ഹലോ ഗൈസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ എന്താ ഇന്ന് ഇങ്ങനെ വന്നിരിക്കുന്നതെന്ന്. സാധാരണ ഒരു സ്ഥലത്ത് പോയി ഇരുന്ന് ആളുടെ സ്ഥിരം റിവ്യൂ ചെയ്യുന്നത് ഇന്നെന്താ ഇങ്ങനെ വന്ന് ഫ്രണ്ട് ചെയ്ത് കണ്ണം തള്ളിക്കൊണ്ട് നിൽക്കുകയെന്ന് നിങ്ങൾക്ക് തോന്നും. വേറെ കൊണ്ടല്ല, സ്ഥിരമായിട്ട് ഞാൻ മറ്റേ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഈ എക്കോയും ഇതൊക്കെ അടിക്കണം എന്ന് പറഞ്ഞ് ഒരുപാട് പേരെടുത്ത് പറഞ്ഞായിരുന്നു. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്താം എന്നും പറഞ്ഞ് ഒരു പുതിയ പരീക്ഷണം ചെയ്തു നോക്കിയാണ്. ഇത് എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആർക്കും ഒരു ചേഞ്ച് ഇഷ്ടമല്ലാത്തത്. പിന്നെ എന്താ ഈ ലുക്ക് കണ്ടാലും പേടിക്കണ്ട. ഞാൻ ആടുജീവിതം കണ്ട് നമ്മുടെ പൃഥ്വിരാജിൻ്റെ ഇൻസ്പിറേഷനായി താടി വളർത്തണം അങ്ങനെയൊന്നും അല്ല. അന്ന് നോക്കണ്ട. സംഭവം കുറേ നാളായി ഷേവിട്ട് അത് തന്നെ, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അങ്ങനെ പോണ്. അപ്പം അതുകൊണ്ട് ഇപ്പം ഈ കാളൻ ലുക്ക് നടക്കുന്നു. എന്തോ ആവട്ടെ. അപ്പം നമ്മൾ ഇന്ന് വന്നത് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ റിവ്യൂ പറയാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ ആടുജീവിതത്തിന് ശേഷം ഞാൻ വേറെ സിനിമയൊന്നും കണ്ടില്ല. ഇപ്പോൾ ഇതെല്ലാം ക്ലാഷ് റിലീസായിട്ട് ഇപ്പോൾ ജയ് ഗണേഷ് വന്നു, വർഷങ്ങൾക്ക് ശേഷം ആവേശം, പിന്നെ ബഡേ മയ്യാൻ ഛോട്ടേ മയ്യാൻ, ഇങ്ങനെ 4 സിനിമകളൊക്കെ വന്നായിരുന്നു. എന്നാൽ ഇതൊന്നും നേരെ കാണാൻ പറ്റിയില്ല. ഞാൻ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ പോയി കാണാൻ പറ്റിയത്. ബാക്കിയൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് കണ്ട വർഷങ്ങൾക്ക് ശേഷത്തിൻ്റെ റിവ്യൂ അങ്ങ് പറയാം. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. ഞാൻ ജസ്റ്റ് ഒന്ന് പറയണമല്ലോ, നമ്മുടെ മര്യാദ വെച്ച് പറയണമല്ലോ. അപ്പം അങ്ങനെ പറയണം. അപ്പം ഇതിന് പ്രൊഡക്ഷൻ ചെയ്തിരിക്കുന്ന മേരി ലാൻഡ് സിനിമാസാണ്. പിന്നെ അഭിനയിച്ചിരിക്കുന്ന കാസ്റ്റ് പിന്നെ നേരെ അങ്ങ് കിടക്കുകയാണ്. ഞാൻ അത് പിന്നീട് വിശദമായിട്ട് പറയാം. ജസ്റ്റ് ഇപ്പോൾ എന്ന് പറയുന്ന ധ്യാൻ ശ്രീനിവാസൻ, പ്രണവ് മോഹൻലാൽ, പിന്നെ അജു വർഗീസ്, നിവിൻ പോളി, ഇതൊക്കെ ഇത്രയും പേര് തൽക്കാലം ഞാൻ പറയുന്നു. ബാക്കി നമുക്ക് അങ്ങോട്ട് കിടക്കാം. പിന്നെ ഡയറക്റ്റഡ് ബൈ വൺ ആൻഡ് ഓൺലി വിനീത് ശ്രീനിവാസൻ. പിന്നെ മ്യൂസിക് ബൈ അമൃത് എന്ന് പറയുന്നത് നമ്മുടെ ബോംബെ ജയശ്രീ ഇല്ലേ, പാട്ടുകാരി, പാർത്ത മുതൽ പാട്ട് പാടിയോ ആ മ്യൂസീഷ്യൻ, അവരെ മോനാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ. ബാക്കി ഇന്നലെയാണ് പടം ഇറങ്ങിയത്. ഇന്നലെ മെനിഞ്ഞാണ്, ഇന്ന് 13 11 ഇറങ്ങി. ഇനി പടം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ കിട്ടില്ല പടം. എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ സൂപ്പറായിട്ട് എൻജോയ് ചെയ്തു. കാരണം ഈ പടത്തിൻ്റെ ഇനി എടുത്തോണ്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് രണ്ടാണ്. അതായത് ഫസ്റ്റ് ഹാഫ് നമ്മൾ കണ്ട കഥയുമായിട്ട് അധികം ബന്ധമൊന്നുമില്ലാത്തൊരു സെക്കൻഡ് ഹാഫ്. അതായത് ഇല്ല എന്താണ് ഈ ഒരു പടത്തിന് സെക്കൻഡ് പാർട്ട് ഇറക്കുമെന്നൊക്കെ പറയില്ലേ, ആ രീതിയിൽ ഇറക്കാം. അതായത് ഫസ്റ്റ് ഹാഫ് നമ്മൾ ഒട്ടും ബന്ധമില്ലെന്നല്ല, ഫസ്റ്റ് ഹാഫിൻ്റെ വേറൊരു ടൈപ്പ് സ്റ്റോറിയും സെക്കൻഡ് ഹാഫ് അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെ വേറെ രീതിയിലാണ് പോകുന്നത്. അത്രയേ ഉള്ളൂ. പിന്നെ ഏറ്റവും കൂടുതൽ സ്ക്രീൻ ടൈം ഉള്ളത് ധ്യാൻ ശ്രീനിവാസനും പ്രണവ് മോഹൻലാലിനുമാണ്. ഇത് ധ്യാൻ ശ്രീനിവാസൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് എനിക്ക് ഒരുപാട് സ്ഥലങ്ങൾ അതായത് ഒരു പ്രൊഫഷണൽ സ്ഥിരമായിട്ട് ആക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ ചെയ്യുന്നവർക്ക് അത്യാവശ്യം നല്ല നാച്ചുറലായിട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നി ധ്യാൻ ശ്രീനിവാസൻ്റെ കേസ്. പക്ഷെ പ്രണവ് മോഹൻലാൽ എനിക്ക് അത്രയും ഗുരുവായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പുള്ളി എന്തുവാണ് മറ്റേ നമ്മൾ കുറേ നാളുടെ പുള്ളിയെ നോക്കുമ്പോൾ ഒരു മെച്യൂരിറ്റി ഇല്ലാത്തൊരു ആക്ടിങ് ഉണ്ടായിരുന്നു പുള്ളിക്ക്, പ്രണവിന്. അതായത് സ്ഥിരമായിട്ട് ഇല്ല എന്തുവാണ്, അതായത് എങ്ങനെ മെത്തേഡ് ആക്ട് ഇറങ്ങി എങ്ങനെ അഭിനയിക്കണമെന്ന് ഒരു ഐഡിയ ഇല്ലാത്ത പോലത്തെ അഭിനയം ഉണ്ടായിരുന്നു പുള്ളിക്ക്. അത് കുറച്ച് ഒഴിവായതെന്നൊക്കെ തോന്നി അങ്ങനെ ആക്ടിങ്ങിൽ. അല്ലാതെ ഒരു ഭയങ്കര സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല പ്രണവ് മോഹൻലാലിൻ്റെ ആക്ടിങ്. പിന്നെ ബാക്കി പറഞ്ഞ നിവിൻ പോളി പറഞ്ഞേ പറ്റൂ. സെക്കൻഡ് ഹാഫിൽ അങ്ങേരെ ഒരു വരവ്, അതോടുകൂടി പടം കൊണ്ടങ്ങ് മാറും. അതായത് അതുവരെ ഓക്കെ, നല്ല ഫ്ലോയിൽ പോകും. നമ്മുടെ വിനീത് സിനിമ ഊഹിക്കാമല്ലോ, ആ ഫ്ലോ അറിയാമല്ലോ. ആ ഫ്ലോയിൽ നല്ല ഒഴുക്കിലിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇമോഷണൽ സാധനങ്ങളൊക്കെ കണ്ട് ഇൻ്റർവെല്ലൊക്കെ നല്ല ഇതിൽ പോയി. ഇൻ്റർവെല്ലൊക്കെ കഴിഞ്ഞ് നല്ല നമ്മളൊരു എന്താണ് ആ ഫീൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പാണ് അണ്ണൻ്റെ ഒരു വരവ്. രോമൊക്കെ എണീക്കുന്നേ. കിട്ടില്ല എൻട്രി അങ്ങേര് വന്ന് തകർത്തിട്ടുണ്ട് നിവിൻ പോളി. അത് അങ്ങനെ സ്കോർ ചെയ്ത് അങ്ങ് പൂണ്ട് വലയായിട്ട് പോയിട്ടുണ്ട് പുള്ളി. അമ്മാരി പെർഫോമൻസിന് നിവിൻ പോളി. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം, ഈ പടത്തിൽ എനിക്ക് പൊതുവേ ഉള്ള വിനീത് ശ്രീനിവാസൻ സിനിമകളെക്കാട്ടിയും വ്യത്യസ്തമായി എനിക്ക് തോന്നിയ കേസ്, അതായത് ഇട്ട് ഊക്കും. ഇപ്പം പുള്ളിയുടെ ഇതിനു മുമ്പ് സിനിമകൾ നോക്കുക, തട്ടത്തിമറയത്, ഹൃദയമൊക്കെ നോക്കുക, നല്ല സിനിമകളാണ്, ബ്ലോക്ക് ബസ്റ്റർ ആയതാണ്. പക്ഷേ ആ 2 സിനിമകളും പേഴ്സണലി എനിക്ക് അത്ര ഇഷ്ടമല്ല. ഇപ്പോൾ മറ്റേ എന്തുവാണ് എൻ്റെ പടം, ധൂമത്തിലുള്ള ഒരു സീനുണ്ട്. അതായത് പോപ്പുലർ ഒപ്പീനിയൻ, അതായത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിരിക്കുന്ന മോശമാണല്ലോ.
അങ്ങനത്തെ ഒരു സാധനം പൊതുവെ എല്ലാവർക്കും ഉണ്ട്. എനിക്കതില്ല. എനിക്ക് തോന്നുന്നത് തന്നെയാണ് പറയുന്നത്. എനിക്ക് തട്ടത്തിൻ പിന്നെയും കുഴപ്പമില്ലാതെ എനിക്ക് തോന്നിയതേ ഉള്ളൂ. ഹൃദയം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു സിനിമ തന്നെയാണ്. പക്ഷേ ഈ രണ്ടും ബ്ലോക്ക് ബസ്റ്റർ സിനിമകളാണ്. അതായത് വിനീത് ശ്രീനിവാസൻ്റെ ഏറ്റവും പുള്ളി കുറച്ച് സിനിമകളെ ചെയ്തിട്ടുള്ളൂ. ചെയ്ത സിനിമകളിൽ മലർവാടിയൊക്കെ പുള്ളി ചെയ്തതാണ്. എന്നാലും ഇതെല്ലാം ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ തന്നെയാണ്. അതിനെക്കാട്ടിയും വ്യത്യസ്തമായി ഈ സിനിമയെ ഞാൻ കണ്ടത്, വർഷം കഴിച്ച് ഞാൻ കണ്ടത്, എടുത്തിട്ട് അലക്കും. അതായത് സെൽഫ് ഹൂക്ക്, പിന്നെ ബാക്കി നാട്ടുകാരെ എന്താണ് ബാക്കിയുള്ള ആക്ടേഴ്സിൻ്റെ ഹൂക്ക്, ബാക്കിയുള്ള ഞാൻ സ്പോയിൽ ചെയ്യാൻ ഞാൻ പറയുന്നില്ല, അതുകൊണ്ട് ഞാൻ അധികമൊന്നും പറയുന്നില്ല. ഇട്ട് ഹൂക്കും. അതായത് നമുക്ക് പറയണമെന്ന് തോന്നുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, കുറേ ഈ സിനിമയും അതിനെ ബേസ് ചെയ്ത കാര്യങ്ങൾ, അതൊക്കെ എടുത്തിട്ട് സ്വന്തമായിട്ട് ഹൂക്കും. അല്ലാതെ എല്ലാത്തിനും എടുത്തിട്ട് ഹൂക്കും, അലക്കി എടുക്കും. റിവ്യൂവേഴ്സിനെയൊക്കെ എടുത്തിട്ട് ഹൂക്കള ഞാൻ പറയുന്നില്ല. അമ്മാരി ആ ഊക്ക് സാധനങ്ങളൊക്കെ അയ്യോ ഗംഭീരം. പിന്നെ അതെനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. പൊതുവേ അങ്ങനെ സിനിമകളിൽ ഇല്ലാത്ത സാധനങ്ങൾ അതൊക്കെ. ഇനി ധ്യാൻ ശ്രീനിവാസനൊക്കെ പടത്തി ഉണ്ടല്ലോ, ഇനി പുള്ളി കാണാത്തതൊക്കെ പറഞ്ഞു കൊടുത്തത് എനിക്കറിഞ്ഞൂടാ. അമ്മാരിക്കുള്ള സാധനങ്ങൾ അടപ്പുണ്ട്. പിന്നെ ഞാൻ പറയാത്ത കുറേ പേരും പടത്തിലുണ്ട്. അതാരൊക്കെ ബേസിലൊക്കെ ഉള്ള എല്ലാവർക്കും അറിയാം, ബേസിലുണ്ട്. പിന്നെ എന്തുവാണ് കല്യാണി പ്രിയദർശനുണ്ട്, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതൊന്നും അല്ലാതെ കുറച്ച് പേരുമുണ്ട്. അത് സിനിമ കണ്ട് അറിയുക, കാണാത്തവർ. പിന്നെ എന്തുവാണ് പ്രധാനപ്പെട്ട പറഞ്ഞൊരു കാര്യം, വിനീത് ശ്രീനിവാസൻ എന്ന ആളാണ് മെയിൻ. അതായത് പുള്ളിയുടെ സിനിമകളിൽ പുള്ളി ആരെയൊക്കെ വെച്ച് അഭിനയിപ്പിച്ചിട്ടുണ്ടോ അവരെല്ലാവരെയും പടത്തി കാണാം. എല്ലാവരും ഉണ്ട്, ഒരാളും ഇടാത്ത എല്ലാവരെയും പടത്തി കാണാം. അവിടെ ഇവിടെയൊക്കെ എല്ലാവരെയും കാണാം. പുള്ളിയുടെ എല്ലാ സിനിമകളിലുള്ള എല്ലാവരെയും കാണാം. പിന്നെ അത് പുള്ളിയുടെ കഴിവ് തന്നെയാണ്. കാരണം എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് ഇത്രയും നാളായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. പിന്നെ മ്യൂസിക്കിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ മ്യൂസിക് കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ചിട്ട് പറയുന്നത് കേട്ടോ, അതായത് എന്തുവാണ് സാധാരണ പുള്ളിയുടെ സിനിമകളിൽ വർക്കൗട്ട് ആവുന്നത് പോലെ ഇതിന് മ്യൂസിക് വർക്കൗട്ട് ആയിട്ട് അവർക്ക് തോന്നിയില്ലെന്ന്. അത് വേറൊന്നും കൊണ്ടല്ല, സാധാരണ സിനിമകളിൽ പുള്ളിയുടെ ഇപ്പം ഈ പറഞ്ഞ ഹൃദയത്തിലൊക്കെ ആണെങ്കിൽ മ്യൂസിക് മാത്രമേ ഉള്ളൂ. അതായത് മ്യൂസിക്കാണ് ആ പടത്തിന് എന്തുവാണ് നമ്മുടെ മറ്റേ ജയിലറിൽ നമ്മുടെ അനിരുദ്ധി കണക്ക് മ്യൂസിക്കാണ് ആ പടങ്ങളൊക്കെ ലിഫ്റ്റ് ചെയ്തതിനെ കൊണ്ടുപോകുന്നത്. അല്ലാതെ ഡയറക്ടറിനെക്കാട്ടിയും കൂടുതൽ ഔട്ട്പുട്ട് മ്യൂസിക്കിനുണ്ട് ആ പടങ്ങളിൽ. അതുകൊണ്ട് തോന്നുന്നു ഇവിടെ ഡയറക്ഷൻ കുറേ കൂടെ ബെറ്റർ ആയപ്പോഴത്തേക്കും മ്യൂസിക് നമ്മൾ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളതിന്. അതുകൊണ്ട് മാത്രമല്ല, മ്യൂസിക്കിന് ഒരു കുറവില്ല, നല്ല രീതിയിൽ മ്യൂസിക് ഇട്ടുണ്ട്. പാട്ടുകളും കൊള്ളായിരുന്നു, മ്യൂസിക് അടിപൊളിയായിരുന്നു. ഡയറക്ഷൻ എടുത്ത് പറയണം, കിട്ടില്ല. അത് ഞാൻ അറിയില്ല, വിനീത് ശ്രീനിവാസൻ സിനിമ ആകുമ്പോൾ എങ്ങനെയാണെന്ന് ഊഹിക്കാമല്ലോ. ആ രീതിയിൽ നല്ല ഫ്ലോ ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ കുറേ വെറൈറ്റി സാധനങ്ങളുണ്ട്. നിവിൻ പോളി പിന്നെ അഴിഞ്ഞാടിയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തോട്ട് അങ്ങേര് സെക്കൻഡ് ഹാഫ് വന്ന് തൂത്തുവാരും. പിന്നെ എന്തുവാണ് പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സാധനം നമ്മുടെ കല്യാണി പ്രിയദർശൻ. വൻ ക്രിഞ്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. അവരെ ഡബ്ബിങ് ആയാലും അവരെ സീൻസ് ആയാലും ഒട്ടും വേണ്ടായിരുന്നു. അത് മാത്രം എനിക്ക് ആ പടത്തിൽ തോന്നി ഒരേ ഒരു നെഗറ്റീവ്. ബാക്കി എല്ലാം എനിക്കിഷ്ടപ്പെട്ടു. ആ ഒരൊറ്റ സാധനം വേണ്ടായിരുന്നു. പിന്നെ ഇനി വേറെ എന്തുവാ പെർഫോമൻസിൻ്റെ കേസൊക്കെ ഞാൻ പറഞ്ഞു. നിവിൻ പോളി, അജു വർഗീസൊക്കെ അജു വർഗീസ് അറിയാമല്ലോ, കോമഡി വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. കോമഡി വർക്കൗട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരെ കൊണ്ടുവന്ന് കോമഡി തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സ്ക്രീൻ ടൈമൊന്നുമില്ല, പക്ഷേ ഉള്ള സാധനങ്ങൾ അവർക്ക് വൃത്തിക്ക് ചെയ്യാനുള്ളത് നോക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആ സിനിമ. പറ്റുമെങ്കിൽ മസ്റ്റ് വാച്ച് സിനിമ എല്ലാവരും പോയി കാണാൻ ശ്രമിക്കുക, കാണാത്തവർ. കാരണം ഫീൽ ഗുഡിൻ്റെ അങ്ങ് ടോപ്പാണ്. ആ രീതിയിൽ പടം ചെയ്ത് വെച്ചിട്ടുണ്ട്. വിനീത് ശ്രീനിവാസന് കിട്ടില്ല, പുള്ളി നല്ല രീതിയിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആദ്യമായിട്ടാണ് പുള്ളിയുടെ ഒരു സിനിമ കണ്ടിട്ട് എനിക്ക് ഇത്രയും പുള്ളിയുടെ അടുത്ത് എനിക്ക് പണ്ടേ പുള്ളി ഇഷ്ടമാണ്. കാരണം പുള്ളിക്ക് ഒരുപാട് കഴിവുകളുണ്ട്. അതായത് പുള്ളി പാടും, മ്യൂസിക് ചെയ്യും, അഭിനയിക്കും, ഡയറക്ഷൻ പുള്ളി എല്ലാം ചെയ്യും, റൈറ്റിംഗ് പുള്ളി എല്ലാം ചെയ്യും. പുള്ളി എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. പക്ഷേ ഇത്രയും എനിക്കങ്ങ് എന്നൊരു സാധനം തോന്നി ഇന്നലെ ആ പടം കണ്ടപ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പടം. അപ്പോൾ എല്ലാവരും പോയി കാണാൻ ശ്രമിക്കുക. ഏറെക്കുറെല്ലാം പറഞ്ഞു എന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ റിവ്യൂ. പടം ഗംഭീരമാണ്, മാക്സിമം കാണാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത റിവ്യൂ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.